നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധയില്ലാത്തതായും മടിയനായും സമാധാനമില്ലാതെയും തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു വേക്കപ്പ് കോളാണ്. എങ്ങനെ നിങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കാമെന്ന് ഇതാ. സ്റ്റെപ്പ് 1. ശ്രദ്ധയെ നിങ്ങളുടെ കറൻസിയായി വീണ്ടെടുക്കുക. നിങ്ങളുടെ ശ്രദ്ധയാണ് ഏറ്റവും മൂല്യമുള്ള ആസ്തി, പക്ഷേ നിങ്ങൾ അത് അനന്തമാണെന്ന പോലെ ചെലവഴിക്കുന്നു. ഓരോ സ്ക്രോളും ഓരോ ക്ലിക്കും ഒരു ഇടപാടാണ്. നിങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് ആരാണ് ലാഭം നേടുന്നത് എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളല്ല, നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ പണം പോലെ കണക്കാക്കാൻ തുടങ്ങണം. അത് വളരുന്നിടത്ത് നിക്ഷേപിക്കുക, മോഷ്ടിക്കപ്പെടുന്നിടത്തല്ല. ആഴത്തിൽ വായിക്കുക, പതുക്കെ ചിന്തിക്കുക, വിരസത വരട്ടെ. അത് സർഗാത്മകതയുടെ ജന്മസ്ഥലമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ നയിക്കാനുള്ള കഴിവാണ് നിയന്ത്രിത മനസ്സിന്റെ അടിത്തറ. സ്റ്റെപ്പ് 2. പ്രേരണയെ വ്യക്തിത്വത്തിൽ നിന്ന് വേർപെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ നിങ്ങളുടെ പ്രേരണകളല്ല. ആധുനിക മസ്തിഷ്കം ശബ്ദത്താൽ നിറഞ്ഞിരിക്കുന്നു, അതിനാൽ നാം പ്രതികരണത്തെ സത്യവുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു. നിരീക്ഷിക്കാൻ പഠിക്കുക. ഒരു ചിന്ത പ്രത്യക്ഷപ്പെടുന്നു, അത് കടന്നുപോകട്ടെ. ഉപേക്ഷിക്കാനുള്ള പ്രേരണ, രക്ഷപ്പെടാൻ, സ്ക്രോൾ ചെയ്യാൻ, ഒരു മേഘം പോലെ അതിനെ നോക്കുക. ഉത്തേജനവും പ്രതികരണവും തമ്മിലുള്ള വിടവാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾ ആ വിടവ് എത്രത്തോളം വികസിപ്പിക്കുന്നുവോ അത്രത്തോളം ശക്തരാകുന്നു. സ്റ്റെപ്പ് 3. ദീർഘകാല അനന്തരഫലങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ഓരോ പ്രവർത്തനവും നിങ്ങൾ ആരാകാൻ പോകുന്ന വ്യക്തിക്കുള്ള വോട്ടാണ്. ഉത്തേജനത്തിനായി ജീവിക്കരുത്, ഘടനയ്ക്കായി ജീവിക്കുക. ദിശാബോധമില്ലാത്ത ഒരു മനസ്സ് എളുപ്പത്തിന് അടിമയാകുന്നു. വർദ്ധിക്കുന്ന അസ്വസ്ഥതകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങുക. സ്ക്രോൾ ചെയ്യുന്നതിന് പകരം പഠിക്കുക, ശബ്ദത്തിന് പകരം നിശബ്ദത, കാലതാമസത്തിന് പകരം പ്രവർത്തനം. മിക്ക ആളുകളും ജീവിതത്തിലൂടെ ഒഴുകി നടക്കും. അവർ കുഴപ്പങ്ങളെ സ്വാതന്ത്ര്യവുമായി തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അവരുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നവർ സമയവും തിരഞ്ഞെടുപ്പുകളും ഫലങ്ങളും നിയന്ത്രിക്കുന്നു. അവർ നിലനിൽക്കുന്നത് നിർത്തി ജീവിക്കാൻ തുടങ്ങുന്നു.